നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകാൻ തീരുമാനം. എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് സോമനാഥനാണ് ഇക്കാര്യം അറിയിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ലോറൻസിന്റെ മക്കളുടെ വാദമുഖങ്ങൾ കേട്ട ശേഷമാണ് പ്രിൻസിപ്പൽ തീരുമാനം പ്രഖ്യാപിച്ചത്. ലോറൻസിന്റെ മക്കളുടെ വാദമുഖങ്ങൾ കേൾക്കുന്നതിന് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗങ്ങളുടെ തലവന്മാർ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു. മൃതദേഹം എംബാം ചെയ്യാനും മറ്റ് നടപടികളിലേക്ക് കടക്കാനും തീരുമാനിച്ചതായി ഡോക്ടർ പ്രതാപ് സോമനാഥ് അറിയിച്ചു. മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകണമെന്ന് പറഞ്ഞതിന് 2 സാക്ഷികളുണ്ടെന്നും അവരുടെ വാദം സത്യസന്ധമാണെന്നും ബോധ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. കേരള അനാട്ടമി ആക്ട് പ്രകാരം മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാനുള്ള വാദങ്ങൾ സാധുവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൃതദേഹം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ലോറൻസിന്റെ മക്കൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. മക്കളായ അഡ്വക്കേറ്റ് ML സജീവൻ, സുജാത ബോബൻ എന്നിവർ മൃതദേഹം വൈദ്യപഠനത്തിന് വിട്ടു നൽകാൻ പിതാവ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി അറിയിച്ചപ്പോൾ മകൾ ആശ ഇതിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. മൃതദേഹം സംസ്കരിക്കണമെന്നാണ് ആശ ആവശ്യപ്പെട്ടിരുന്നത്. ഈ ആവശ്യം സമിതി തള്ളി. ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് എം ലോറൻസിന്റെ മരണം സംഭവിക്കുന്നത്. തിങ്കളാഴ്ച കൊച്ചിയിലെ വീട്ടിലും തുടർന്ന് ടൗൺ ഹാളിലും പൊതുദർശനം നടന്നിരുന്നു. ടൗൺ ഹാളിലെ പൊതുദർശനത്തിനിടെ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള സഹോദരങ്ങളുടെ തീരുമാനത്തിനെതിരെ ആശ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മക്കളുടെ ഭാഗം കേട്ട ശേഷം തീരുമാനമെടുക്കാൻ ഹൈക്കോടതി മെഡിക്കൽ കോളേജിന് നിർദ്ദേശവും നൽകി. പിന്നാലെ ടൗൺ ഹാളിലെത്തിയ ആശയും മകനും മൃതദേഹം ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ സമ്മതിക്കാതായതോടെ ടൗൺ ഹാൾ പരിസരത്ത് കയ്യാങ്കളിയായി. ബലം പ്രയോഗിച്ച് ആശയെ മാറ്റിയ ശേഷമാണ് മൃതദേഹം മാറ്റാൻ പോലീസിനായത്. പിന്നാലെ തനിക്കും മകനും മർദ്ദനമേറ്റെന്ന പരാതിയുമായി ആശ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകി.